തുടർന്ന മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുളം കണിയാലിപ്പടി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികവും പുതുവത്സരാഘോഷവും പാണക്കാട്ടിൽ ആർക്കേഡ് അങ്കണത്തിൽ വെച്ച് നടന്നു. കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർമാൻ റജി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഷാജി ജോർജ് പാലക്കൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് MK രത്നാകരൻ മാപ്പിള കുന്നേൽ അധ്യക്ഷനായി. കൂത്താട്ടുളം നഗരസഭാ കൌൺസിലർ ശ്രീ സണ്ണി കുര്യാക്കോസ് SNC +2 വിജയികളെ ആദരിച്ചു. കൌൺസിലർമാരായ ബേബി തോമസ്, ബിൻസി ബിജോ, രക്ഷാധികാരി MD ഏലിയാസ് കുന്നുമേൽ, ജോർജ് മാത്യു പാണക്കാട്ടിൽ, PA വാസുദേവൻ പുഞ്ചക്കരയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് PK ജോർജ് പാറശ്ശേരിയിൽ നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. 2023 ഡിസംബറിൽ രൂപീകൃതമായ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ വളരെ ഭംഗിയായി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ 4ാം വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലവും നമ്മുടെ ആ ഒരു ശൈശവ ദശയിൽ നിന്ന് വിട്ടുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റുവിട്ടുണ്ട്. ഏകദേശം 132ഓളം കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ഉള്ള ഒരു കുടുംബയോഗമാണ് നമ്മുടെ എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം നമ്മൾ 7 മണിക്കാണ് പ്രോഗ്രാം വെച്ചിരുന്നത്, ഇപ്പോൾ 8 മണിയായി. നമുക്ക് ഇനി 12 മണി വരെ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് പോകണമെങ്കിൽ ഇത് ചുരുക്കേണ്ടതായിട്ടുണ്ട്. കണിയാലിപ്പടി റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും പുതുവത്സര ആഘോഷവുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മൾക്കറിയാം, റെസിഡൻസിൻ്റെ പ്രാധാന്യം സമീപ കാലഘട്ടത്തിലാണ് വർദ്ധിച്ചു വന്നത്. അതിൻ്റെ കാരണവും നമ്മൾക്കറിയാം. 15-20 വർഷത്തിനപ്പുറം ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മ, ജനങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ സ്വാഭാവികമായിട്ട് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ, സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളെല്ലാം അണുകുടുംബങ്ങളായി, അതോടൊപ്പം തന്നെ ജോലി അന്വേഷിച്ച് പുറം നാടുകളിൽ പോയി സെറ്റിൽ ചെയ്യുന്ന ഒരവസ്ഥ വന്നു. വീടുകളിൽ ഉള്ളത് മാതാപിതാക്കളും അല്ലെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാരുമായൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ പണ്ടുണ്ടായിരുന്ന കൂട്ടായ്മ മനസ്സറിഞ്ഞല്ലെങ്കിൽ പോലും സാഹചര്യം കൊണ്ട് നഷ്ടപ്പെട്ടപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ എന്ന ആശയം തുടങ്ങി. അത് പ്രത്യേകിച്ച് നമ്മുടെ കൂത്താട്ടുകുളം ഏരിയയിൽ, കൂത്താട്ടുകുളത്ത് 42 റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെന്നാണ് അവരുടെ പോലെ എല്ലാ നമ്മുടെ കൂത്താട്ടുകുളം, ഒരുപക്ഷെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ റെസിഡൻസ് അസോസിയേഷനുകൾ ഉള്ള ഒരു നഗരസഭയാണ് കൂത്താട്ടുകുളം നഗരസഭ. ഈ റെസിഡൻസ് അസോസിയേഷനുകൾ ഇത്രമാത്രം നമ്മുടെ നാട്ടില്, ഈ പ്രദേശത്താകമാനം ഈ റെസിഡൻസ് അസോസിയേഷനുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നഗരസഭയിൽ രൂപം കൊണ്ടതിന് പിന്നിലെ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം നമ്മളുടേതുപോലുള്ള ഒരു ഗ്രാമീണ മേഖലയാണ്. നഗരസഭയാണ് എങ്കിൽ പോലും ഭൂരിഭാഗം പ്രദേശങ്ങളും തികച്ചും ഗ്രാമീണ മേഖലയാണ്. ആ മേഖലയിലെ ആളുകൾ വർഷത്തിൽ 1-2 തവണ എല്ലാവർക്കും ഒരഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ, കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളില്ലാതെ, ജാതിമത ചിന്തകളുടെ അതിർവരമ്പുകളില്ലാതെ എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമായി റെസിഡൻസ് അസോസിയേഷനുകളുടെ വാർഷികങ്ങളും അതുപോലെ തന്നെ അത് സംഘടിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള പരിപാടികളും അതിന് വേദിയായി മാറുന്നു. നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നതോടൊപ്പം
ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.